Japanese encephalitis, COVID-19, meningococcal meningitis, diphtheria, plague, tetanus, ടൈഫോയിഡ്, കോളറ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ജപ്പനീസ് എൻകെഫലൈറ്റിസ് വൈറസ് ഓർ JEV ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോസ് ഓഫ് ഡാഷ് സ്പീഷീസ്. സോ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ഇൻഫെക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. സോ നമുക്ക് ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് വന്നതിന് ശേഷം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് എൻകെഫലൈറ്റിസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിൽ എൻകെഫലൈറ്റിസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ JE അഥവാ ജാപ്പനീസ് എൻകെഫലൈറ്റിസ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഗ്രൂപ്പ് B ആർബോ വൈറസസ്. അതായത് ആർബോ വൈറസസിനെ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഗ്രൂപ്പ് A ഉണ്ട്, ഗ്രൂപ്പ് B ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് C ഉണ്ട്. ഇതിൽ ഗ്രൂപ്പ് A ആണ് ചിക്കൻ ഗുനിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഗ്രൂപ്പ് A ആണ്. ഗ്രൂപ്പ് B എന്ന് പറയുന്നത് ആണ് ജപ്പാനീസ് എൻകെഫലൈറ്റിസ്, അതുപോലെ KFT, കാസനോർ ഫോറസ്റ്റ് ഡിസീസ്, വെസ്റ്റ് നൈൽ വൈറസ് ഇൻഫെക്ഷൻ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഗ്രൂപ്പ് B ആർബോ വൈറസസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് B ആർബോ വൈറസസ് ആണ് ജപ്പാനീസ് എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷന് കാരണക്കാരാണ്. ആൻഡ് ദീസ് വൈറസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫാമിലി ഓഫ് ഫ്ലേവി വൈറസ് ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 to 15 days ആണ്. അതായത് 5 മുതൽ 15 ദിവസങ്ങൾ വരെയാണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. This Japanese encephalitis is transmitted by Culex titanoriensis and Culex vishnu, Culex gelida. അപ്പൊ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ് ജനറലി പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് ക്യൂലെക്സ് ടൈറ്റനോറിയൻസിസ് ആണ്. ആൻഡ് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ക്യൂലെക്സ് വിഷ്ണുവയും ക്യൂലെക്സ് ജലീഡയുമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ആൻഡ് ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഇത് കോസ് ചെയ്യുന്നത് ട്രൈറ്റനോറിയൻസിസ് ആണ്. സോ നമുക്കിപ്പോ ക്യൂലെക്സ് എന്ന് മാത്രമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോസ് ഓഫ് ഡാഷ് സ്പീഷീസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ക്യൂലെക്സ് എന്ന് തന്നെ ആൻസർ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ക്യൂലെക്സിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിൽ സെലക്ട് ചെയ്യേണ്ടത് വെക്ടർ ഏതാന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ക്യൂലെക്സ് ട്രൈറ്റനോറിയൻസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. സൗത്ത് ഇന്ത്യ എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രമേ നമ്മൾ മറ്റു 2 ഓപ്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഈ ഒരു ജപ്പാനീസ് എൻകെഫലൈറ്റിസിന്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 1871 ജപ്പാനിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഡിസീസ്, ഈ ഒരു ഇൻഫെക്ഷൻ സ്ഥിരീകരിച്ചത്. അതുകൊണ്ടാണ് ഇതിന് ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എന്നൊരു പേര് തന്നെ വരാനായിട്ടുള്ള കാര്യം. പിന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ UP-യിലാണ് അത് ലാർജ് നമ്പർ ഓഫ് കേസസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് UP-യിലെ ഗോരഖ്പൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലായിരുന്നു. ആൻഡ് ഏറെക്കുറെ അധികവും ഈ ഒരു ഇൻഫെക്ഷന്റെ കേസസ് എന്ന് പറയുന്നത് 15 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലാണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 15 വയസ്സിന് താഴെയുള്ളവരാണ് ഇതിന്റെ ഒരു റിസ്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. So Japanese encephalitis, it is the most important cause of encephalitis in India, and it is caused by group B arboviruses, which was included in the family of flavivirus, has an incubation period of 5 to 15 days, transmitted by ജനറലി പറഞ്ഞ ക്യൂലെക്സ് മൊസ്കിറ്റോസ് ആണ്. അതിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കൂടുതലായിട്ടും കാണുന്നത് ക്യൂലെക്സ് ട്രൈറ്റനോറിയൻസിസും, പിന്നെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ക്യൂലെക്സ് വിഷ്ണു ആൻഡ് ക്യൂലെക്സ് ജലിഡ എന്ന് പറയുന്ന മൊസ്കിറ്റോ ഗ്രൂപ്പ് ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. The first case of Japanese encephalitis was reported in Japan in 1871, and in India, large number of cases were reported in state of Uttar Pradesh, mainly Uttar Pradeshിന്റെ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുമ്പോൾ ഈ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദ ലാർജ് നമ്പർ ഓഫ് കേസസ് റിലേറ്റിംഗ് ദീസ് ഇൻഫെക്ഷൻ വാസ് അണ്ടർ ദ ഇയർ ഓഫ് 15 years. നമുക്ക് ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ട്രാൻസ്മിഷൻ നോക്കുമ്പോൾ ഇതിൽ ഒരു മെയിൻ്റനൻസ് ഹോസ്റ്റ് ഉണ്ടാവും, ഒരു ആംപ്ലിഫയിങ് ഹോസ്റ്റ് ഉണ്ടാവും, ആൻഡ് ഒരു ഡെഡ് എൻഡ് ഹോസ്റ്റ് ഉണ്ടാവും. 3 ഹോസ്റ്റുകൾ ഉണ്ടാവും. അതിൽ മെയിൻ്റനൻസ് ഹോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വാട്ടർ ബേർഡ്സ് ആയിരിക്കും. വാട്ടർ ബേർഡ്സ് എന്ന് പറയുമ്പോൾ ക്രെയിൻസോ ഹെറോൺസോ
അല്ലെങ്കിൽ എർഗ്രറ്റ്. സോ അങ്ങനെയുള്ള വാട്ടർ ബേർഡ്സ് ആയിരിക്കും ഇതിന്റെ മെയിൻ്റനൻസ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു എന്താ പറയുക ഇൻഫെക്ഷൻ ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറയുന്നത് പിഗ്സ് ആണ്. പിഗ്സ് എന്ന് പറയുമ്പം ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറയുമ്പം ഈ പിഗ്സിന്റെ ബോഡിക്കുള്ളിലാണ് ഈ പറഞ്ഞ ഈ ജപ്പാനിക് എൻകെഫലൈറ്റിസ് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും അവിടെ തന്നെയാണ് ഇതിന്റെ ഗ്രോത്ത് ഒക്കെ നടക്കുന്നത് ആംപ്ലിഫൈങ് ഹോസ്റ്റിലാണ്. പക്ഷെ ഈ പിഗ്സിലെ ഇതിന്റെ സിംറ്റംസ് കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ സിംറ്റംസ് ഇതിൽ വന്നിട്ട് വളരെ റയർ ആണ്. സോ ആംപ്ലിഫൈങ് ഹോസ്റ്റ് വളരെ സിംറ്റംസ് കാണുന്നില്ല എന്ന് പറഞ്ഞു. ബട്ട് ഇതിൽ കാണുന്ന ഒരു നിർബന്ധമില്ല. അസിംറ്റമാറ്റിക് ആയിരിക്കും ഏറെക്കുറെ ആംപ്ലിഫൈങ് ഹോസ്റ്റ് ആയിട്ടുള്ള പിഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മൊസ്കിറ്റോസ് വഴി പിന്നെയും ഇത് മാനിലേക്ക് വരുന്നത്. ആൻഡ് മാൻ ഈസ് ദ ഡെഡ് എൻഡ് ഹോസ്റ്റ്. അതായത് ഡെഡ് എൻഡ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ടു മാൻ ട്രാൻസ്മിഷൻ ഈ ഒരു വൈറൽ ഇൻഫെക്ഷന് പോസിബിൾ അല്ല. അതായത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒരിക്കലും ഇത് പകരത്തില്ല. സോ ഡെഡ് എൻഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മാൻ ആണ്. സോ മെയിൻ്റനൻസ് ഹോസ്റ്റ് ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ മെയിൻ്റനൻസ് ഹോസ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ബേർഡ്സ് ആണ്. അതിപ്പോ ഏത് വാട്ടർ ബേർഡ്സ് വേണമെങ്കിലും വെള്ളത്തിൽ ഉള്ള പക്ഷികളാണ് ഇതിനെ മെയിനായിട്ട് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത്. പിന്നെ അത് ആംപ്ലിഫൈങ് ഹോസ്റ്റിലേക്ക് പോകും. ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറയുന്ന പിഗ്സ് ആണ്. പിഗ്സ് ആണ് ആംപ്ലിഫൈങ് ഹോസ്റ്റ് ജാപ്പനീസ് എൻകെഫലൈറ്റിസ്. ദെൻ മാൻ എന്ന് പറയുന്നത് ഡെഡ് എൻഡ് ഹോസ്റ്റ് ആണ്. മാനിൽ നിന്ന് മാനിലേക്ക് ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒരു ട്രാൻസ്മിഷൻ ഒരിക്കലും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ നമ്മൾ കോവിഡ് എന്നൊക്കെ പറയുമ്പോൾ അത് മാനിൽ നിന്ന് ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് സ്പ്രെഡ് ആവും. പക്ഷെ ഈ ജപ്പനീസ് എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സ്പ്രെഡ് ഇവിടെ നടക്കുന്നില്ല. സോ ദ ഡെഡ് എൻഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇതില് മാൻ ആണ്. വാട്ട് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് ദീസ് ഇൻഫെക്ഷൻ? ഈ ഒരു ജപ്പനീസ് എൻകെഫലൈറ്റിസിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും ഇതിലിപ്പം പേര് തന്നെയുണ്ട് എൻകെഫലൈറ്റിസ്. സോ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അതിന് പുറമേ ആയിട്ട് നെക്കിന് സ്റ്റിഫ്നെസ് ഉണ്ടാവും, ഹെഡേക്ക് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, വൊമിറ്റിംഗ്, മസിൽ പെയിൻ ഓർ മയാൾജിയ ഉണ്ടാവും, നോസിയ ആൻഡ് അബ്ഡോമിനൽ പെയിൻ, പിന്നെ കൺവൾഷൻസ്. ഇതെല്ലാമാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. സോ ജപ്പനീസ് എൻകെഫലൈറ്റിസിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ന്യൂറോളജിക്കൽ സിക്വൽ ആയിരിക്കും. അതായത് അതിന്റെ പേര് തന്നെ അങ്ങനത്തെയാണ്. സോ എൻകെഫലൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ റിലേറ്റിംഗ് ടു എന്താ പറയുക നെർവസ് സിസ്റ്റം ഓർ ബ്രെയിൻ. അതാണ് നമ്മൾ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത്. സോ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഇതിന് വരുന്നത്. അപ്പം കൺവൾഷൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മസിൽ പെയിൻസ് വരുന്നുണ്ട്, ദർ വിൽ ബി ഫീവർ, വോമിറ്റിംഗ്, ഹെഡേക്ക്, നോസിയ, അബ്ഡോമിനൽ പെയിൻ, പിന്നെ പെയിൻഫുൾ ആയിട്ടുള്ള നെക്കിന് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിഫ്നെസ്സും ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് പറയാം. ഇനി ജാപ്പനീസ് എൻകെഫലൈറ്റിസിന്റെ വാക്സിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 2 ഡോസ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് 9 monthsലാണ് കൊടുക്കുന്നത്. സെക്കൻഡ് ഡോസ് ഓഫ് വാക്സിൻ എന്ന് പറയുന്നത് 16 to 24 monthsലാണ് സാധാരണയായിട്ട് കൊടുത്തു വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ്. പിന്നെ ഇതിൽ തന്നെ ലൈവ് അറ്റന്വേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസും വരുന്നുണ്ട്, ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് വാക്സിൻസും വരുന്നുണ്ട്. ലൈവ് അറ്റന്വേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ എന്ന് പറയുമ്പോൾ അത് സെൽ കൾച്ചർ ഡിറൈവ്ഡ് ആയിട്ടുള്ള വാക്സിൻ ആണ്. അതിന് ഉപയോഗിക്കുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് SA1442 എന്ന് പറയുന്ന സ്ട്രെയിൻ ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ടും വന്ന ഒരു സമയത്തൊക്കെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഓർ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു SA1442 സ്ട്രെയിൻ ആണ് ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ഉപയോഗിച്ച് വരുന്നത് ഈ ഒരു സ്ട്രെയിൻ ആണ്. പിന്നെ കിൽഡ് വാക്സിൻസ് ഓർ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. അതിൽ തന്നെ മൗസ് ബ്രെയിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്, സെൽ കൾച്ചർ ഡിറൈവ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. മൗസ് ബ്രെയിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഈ വാക്സിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 സ്ട്രെയിൻ ആണ് വരുന്നത്. ഒന്ന് നക്കായാമ സ്ട്രെയിനും പിന്നെ ഒന്ന് ബെയ്ജിംഗ് സ്ട്രെയിനുമാണ് മൗസ് ബ്രെയിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള കിൽഡ് വാക്സിൻസ് യൂസ്ഡ് ഇൻ ജാപ്പനീസ് എൻകെഫലൈറ്റിസ് വാക്സിനേഷൻ. ആൻഡ് സെൽ കൾച്ചർ ഡിറൈവ്ഡ് എന്ന് പറയുമ്പോൾ ബെയ്ജിംഗ് P3 സ്ട്രെയിൻ ആണ് യൂസ് ചെയ്ത് വരുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ജാപ്പനീസ് എൻകെഫലൈറ്റിസ് വാക്സിനേഷൻ. സോ അതിന് 2 ഡോസ് ആണുള്ളത്. ഫസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് ഗിവൺ ഇൻ ദ 9 months ആൻഡ് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 16 to 24 monthsലാണ് കൊടുത്തു വരുന്നത്. ഈ വാക്സിനേഷന്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്.
ലൈവ് അറ്റൻവേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. ലൈവ് വാക്സിൻസും ഉണ്ട്, കിൽഡ് വാക്സിൻസും ഉണ്ട്. ലൈവ് വാക്സിൻസ് ആർ സെൽ കൾച്ചർ ഡിറൈവ്ഡ് ആൻഡ് അതാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. നമ്മുടെ ഈ ഒരു എപ്പിഡമിക് നമ്മുടെ ഇന്ത്യയിൽ വന്ന സമയത്തൊക്കെ ഉണ്ടായ സമയത്തൊക്കെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ഇന്ത്യക്കാർ ഉപയോഗിച്ച സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ലൈവ് ആയിട്ടുള്ള വാക്സിൻ ആണ്. അത് SA-14-14-2 സ്ട്രെയിൻ ആണ് യൂസ് ചെയ്തത്. പിന്നെ കിൽഡ് ആയിട്ടുള്ള വാക്സിൻസ് ഞാൻ പറഞ്ഞല്ലോ, മൗസ് ബ്രെയിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള വാക്സിൻസും വരുന്നുണ്ട് കിൽഡില്. അതുപോലെ തന്നെ സെൽ കൾച്ചർ ഡിറൈവ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. മൗസ് ബ്രെയിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? നക്കായാമ സ്ട്രെയിൻ ആൻഡ് ബെയ്ജിംഗ് സ്ട്രെയിൻ. ആൻഡ് സെൽ കൾച്ചർ ഡിറൈവ്ഡ് സ്ട്രെയിൻ ഏതായിരുന്നു? ബെയ്ജിംഗ് P3 സ്ട്രെയിൻ ആണ്. സോ ഇത്രയാണ് നമുക്ക് ജാപ്പനീസ് എൻകെഫലൈറ്റിസിൽ പറയാനുള്ളത്. ഒന്നും കൂടി ഞാൻ പറയാം. മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് എന്താ പറയുക എൻകെഫലൈറ്റിസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ജാപ്പനീസ് എൻകെഫലൈറ്റിസ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഗ്രൂപ്പ് B അർബോ വൈറസസ്. ഗ്രൂപ്പ് A അർബോ വൈറസസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ചിക്കുൻ ഗുനിയാണ് ഗ്രൂപ്പ് A അർബോ വൈറസ്. ഗ്രൂപ്പ് B അർബോ വൈറസ് എന്ന് പറയുന്നത് ഈ ഒരു ജപ്പാനീസ് എൻകെഫലൈറ്റിസ്, നമ്മുടെ കാസർനോർ ഫോറസ്റ്റ് ഡിസീസ്, പിന്നെ വെസ്റ്റ് നൈൽ വൈറസ് ഇൻഫെക്ഷൻ, ഇതൊക്കെയായിരുന്നു ഗ്രൂപ്പ് ബിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഗ്രൂപ്പ് C ഉണ്ട്, അതിനകത്താണ് സാൻഫ്ലൈ ഫീവർ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അതിൽ വരുന്നത്. അത് ഞാൻ പറയാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്ലേവി വൈറസ് ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. IP അഥവാ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 to 15 ഡേയ്സ് ആണ്. പിന്നെ ട്രാൻസ്മിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂലെക്സ് മൊസ്കിറ്റോസ് ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ 3 സ്പീഷീസ് ആണ് മെയിൻലി വരുന്നത്. ക്യൂലെക്സ് ടൈറ്റനോറിയൻഗസ് ആൻഡ് ക്യൂലെക്സ് വിഷ്ണുവൈ ആൻഡ് ക്യൂലെക്സ് ജെലീഡിയെ. ക്യൂലെക്സ് വിഷ്ണുവൈ ആൻഡ് ക്യൂലെക്സ് ജെലീഡിയെ ആണ് സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. The first case of this Japanese encephalitis was reported in 1871 in Japan. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് തന്നെ വന്നത്. And in India, large number of cases were reported in the state of UP. അത് ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് റിപ്പോർട്ട് ചെയ്തത്. ലാർജ് നമ്പർ ഓഫ് കേസസ് were reported under the age of 15 years. പിന്നെ നമ്മൾ അതിന്റെ ട്രാൻസ്മിഷൻ പറഞ്ഞു. 3 ഹോസ്റ്റ് ആണ് അതിൽ വരുന്നത്. ഒരു മെയിൻ്റനൻസ് ഹോസ്റ്റ് വരുന്നുണ്ട്, ഒരു ആംപ്ലിഫൈങ് ഹോസ്റ്റ് വരുന്നുണ്ട്, ഒരു ഡെഡ് എൻഡ് ഹോസ്റ്റ് വരുന്നുണ്ട്. മെയിൻ്റനൻസ് ഹോസ്റ്റ് എപ്പോഴും വാട്ടർ ബേർഡ്സ് ആണ്. സോ വാട്ടർ ബേർഡ്സ് ആണ് മെയിൻ്റനൻസ് ഹോസ്റ്റ്. അതിപ്പം ഡക്സ് ആവാം, ക്രെയിൻസ് ആവാം, ഹെറോയിൻസ് ആവാം, എൽഗ്രേറ്റ്സ് ആവാം, അങ്ങനെ ഏത് വാട്ടർ ബേർഡ്സും ഈ ഒരു ജപ്പാനീസ് എൻകെഫലൈറ്റിസിന്റെ മെയിൻ്റനൻസ് ഹോസ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ പിഗ് ആണ്. ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഈ ആംപ്ലിഫൈങ് ഹോസ്റ്റിനുള്ളിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതിന് സിംറ്റംസ് ഉണ്ടാവണമെന്ന് നിർബന്ധം ഒന്നും തന്നെ ഇല്ല. വളരെ റയറായിട്ട് മാത്രമേ ആംപ്ലിഫൈങ് ഹോസ്റ്റിൽ സിംറ്റംസ് കാണുന്നുള്ളൂ. അപ്പോൾ ആക്റ്റീവായിട്ട് ഈ ഒരു വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഗ്രോ ചെയ്യുന്നതും ഒക്കെ ഈ ആംപ്ലിഫൈ. ഒരു ആംപ്ലിഫൈ മീൻസ് എന്താണ്? ആംപ്ലിഫൈ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഹോസ്റ്റിനുള്ളിലാണ്. സോ അത് ജാപ്പനീസ് എൻകെഫലൈറ്റിസിന്റെ കാര്യത്തിൽ പിഗ് ആണ് ആംപ്ലിഫൈങ് ഹോസ്റ്റ്. ആൻഡ് ദർ വിൽ ബി എ ഡെഡ് എൻഡ് ഹോസ്റ്റ്. ഡെഡ് എൻഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മാൻ ആണ്. ഡെഡ് എൻഡ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കൊണ്ട് നിൽക്കുവാണ്. പിന്നെ അവിടെ നിന്ന് ഒരു ട്രാൻസ്മിഷൻ പോസിബിൾ അല്ല. അതായത് മാൻ ടു മാൻ ട്രാൻസ്മിഷൻ പോസിബിൾ അല്ല. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. പക്ഷെ മാനിൽ നിന്ന് മാനിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ മെയിൻ്റനൻസ് ഹോസ്റ്റ് വാട്ടർ ബേർഡ്സ് ആണ്. ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറയുന്നത് പിഗ് ആണ്. ഡെഡ് എൻഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ജാപ്പനീസ് എൻകെഫലൈറ്റിസിൽ ഏതാണ്? മാൻ ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ സിംറ്റംസ് പറഞ്ഞു. കൂടുതലായിട്ടും ന്യൂറോളജിക്കൽ സെക്വയിലാണ് ഇതിന്റെ സിംറ്റംസ് കാണുന്നത്. അതുപോലെ തന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, പെയിൻഫുൾ ആയിട്ടുള്ള നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, മയാൾജിയ ഉണ്ടാവും, നോസിയ ആൻഡ് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും. അതുപോലെ തന്നെ കൺവൽഷൻസും ഇതിന്റെ സിംറ്റംസ് ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു പ്രിവെൻഷനിലെ മെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ വാക്സിനേഷൻ ഷെഡ്യൂളും വാക്സിൻസിന്റെ കാര്യങ്ങളുമാണ്. അതിൽ 2 ഡോസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് 9 monthsലും സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 16 to 24 monthsലുമാണ് നൽകി വരാറുള്ളത്. അത് സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് ഇതിന്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വന്നിട്ട്. ലൈവ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. അത് സെൽ കൾച്ചർ ഡിറൈവ്ഡ് ആണ്. അതിൽ ഉപയോഗിക്കുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത് SA-14-14-2 സ്ട്രെയിൻ ആണ്. അത് ഇന്ത്യയിൽ ഇപ്പൊ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലൊക്കെ യൂസ് ചെയ്ത് വരുന്നത് ഈ ഒരു സ്ട്രെയിൻ ആണ്.
പിന്നെ കിൽഡ് വാക്സിൻസ്, ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. അതിൽ തന്നെ സെൽ കൾച്ചർ ഡിറൈവ്ഡ് ആയിട്ടുള്ളതുമുണ്ട്, മൗസ് ബ്രെയിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ളതുമുണ്ട്. മൗസ് ബ്രെയിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള 2 സ്ട്രെയിൻസ് ആണ് യൂസ് ചെയ്ത് വരുന്നത്, നക്കായാമ സ്ട്രെയിൻ ആൻഡ് ബെയ്ജിംഗ് സ്ട്രെയിൻ. സെൽ കൾച്ചർ ഡിറൈവ്ഡ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഏതൊക്കെയായിരുന്നു? ബെയ്ജിംഗ് P3 സ്ട്രെയിൻ ആണ്. അപ്പൊ ഇത്രയാണ് ജാപ്പനീസ് എൻകെഫലൈറ്റിസിനെ പറ്റി മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇൻഫെക്ഷൻ ഈസ് COVID-19. നമുക്ക് COVID-19 എന്താണ് ഏതാണെന്നൊക്കെയുള്ള നമ്മളിപ്പം നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു പാൻഡമിക് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി COVID-19 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQ ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. COVID-19 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വളരെ പൊട്ടൻഷ്യൽ, ഭയങ്കര പൊട്ടന്റ് ആയിട്ടുള്ള ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. കാസ്ഡ് ബൈ സാർസ് കൊറോണ വൈറസ് 2 ആണ് അത് ഉണ്ടാക്കുന്നത്. അപ്പം സാർസ് കൊറോണ വൈറസ് 2 മാത്രമല്ല, മെർസ് കൊറോണ വൈറസ്, H1N1, H5N1, H7N1 ഇങ്ങനെയുള്ള വൈറസസും ഇത് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് കുറെ സ്പീഷീസ് വരുന്നുണ്ട്. മെയിൻലി COVID-19 എന്ന് പറയുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് സാർസ് കൊറോണ വൈറസ് 2 ആണ്. പിന്നെ ഈ ഒരു ഇൻഫെക്ഷൻ ഇത് ആദ്യമായിട്ട് നമ്മുടെ ചൈനയിലെ വുഹാൻ സിറ്റിയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിറ്റിയിലെ ഒരു സ്ഥലത്ത് അൺനോൺ കേസസ് ആയിട്ട്, അതായത് ഒരു കാരണമില്ലാതെയുള്ള കുറെ ന്യൂമോണിയ കേസസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. വിത്തൗട്ട് എനി കാസ് ന്യൂമോണിയ കേസസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് അവരത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ഇത് COVID-19 ഇൻഫെക്ഷൻ ആണെന്നും COVID-19 വൈറസ് ഇൻഫെക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ അന്ന് തൊട്ടാണ് ഈ COVID-19 എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ വളരെ സീരിയസ് ആയിട്ട് വന്നു തുടങ്ങിയത്. അപ്പൊ ആദ്യമായിട്ട് ഇത് വന്നത് നമ്മുടെ ചൈനയിലെ വുഹാൻ സിറ്റിയിലാണ്. പിന്നെ ഇതിന് നമ്മൾ COVID-19 ഒരു ഇമ്പോർട്ടന്റ്, അതായത് ഇതിന്റെ ഒരു സിവിയറിറ്റി അല്ലെങ്കിൽ ഇതിന്റെ മോർട്ടാലിറ്റി പ്രഡിക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് D-ഡൈമർ ടെസ്റ്റ് ആണ്. അതായത് D-ഡൈമർ വാല്യൂസ് ആണ് ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. D-ഡൈമർ ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് പ്രഡിക്റ്റർ ഫോർ സിവിയറിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഓഫ് COVID-19 ഇൻഫെക്ഷൻ. പിന്നെ ഇതൊരു ഇന്റർനാഷണൽ കൺസേണിലുള്ള ഒരു എമർജൻസി ആയിട്ട്, ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2020 ജാനുവരി 30 അതിൽ പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 2020 മാർച്ച് 11 ആണ്. ഈ ഡേറ്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് ദ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ at 30th January 2020 and it is declared as a pandemic on which date 11th March 2020. The mode of transmission എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പകർച്ചവ്യാധിയാണെന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പം ഡ്രോപ്ലെറ്റ്സിലൂടെയും എയറസോൾസിലൂടെയും ഫോമൈറ്റ്സിലൂടെയും പിന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും ഒക്കെ വരുന്ന ഭയങ്കര ഒരു എന്താ പറയാ, അത്രയ്ക്കും പെട്ടെന്ന് പകരുന്ന ഒരു റാപ്പിഡ് ആയിട്ട് പകരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് COVID-19 ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ, അപ്പൊ ഒരു ഇൻഫെക്ഷൻ കാരണം എത്രത്തോളം മരണം സംഭവിക്കുന്നുണ്ട്, അതാണ് കേസ് ഫെറ്റാലിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ COVID-19 കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2 to 4% ആണ് പറയുന്നത്. ഇതിന്റെ ഒരു എന്താ പറയാ, മാക്സിമം CFR ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റലിയിലാണ് 7.8% ആൻഡ് മിനിമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, മിനിമം ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജർമ്മനിയിലാണ് 0.3%. ഇന്ത്യയിൽ ഇതിന്റെ ഒരു കേസ് ഫെറ്റാലിറ്റി റേറ്റ് വന്നിട്ട് 3.5% ആണ്. Okay, so the case fatality rate in COVID-19 എന്ന് പറയുന്നത് 2 to 4% ആണ്. Case fatality rate is maximum in Italy, which is 7.8%, and minimum എന്ന് പറയുന്നത് ജർമ്മനിയിലാണ് 0.3%. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എത്രയാണ്? 3.5% ആണ്. സോ D-dimer test important ആണ്. It is the important predictor for severity and mortality of COVID-19. പല ഇന്റർവ്യൂസിലും ഒക്കെ പലരും ചോദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ D-ഡൈമറിൻ്റെത്. പിന്നെ ഇത് പിന്നെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നത് 30th January 2020 പിന്നെ ഒരു പാൻഡമിക് ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നത് 11th March 2020 ഇനി
COVID-19 ബന്ധപ്പെട്ടുള്ള കുറച്ച് ഹൈ റേറ്റിംഗ് പോയിന്റ്സ് നമുക്ക് നോക്കാം. CFR അഥവാ കേസ് ഫെറ്റാലിറ്റി റേറ്റ് കൂടുതലായിട്ടും കോവിഡിൽ കണ്ടുവരുന്നത് ഒന്ന് 65 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരില്, പിന്നെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലും, പിന്നെ അതുപോലെ തന്നെ ഈ കോമോർബിഡിറ്റി കൂടുതലായിട്ട് കാണുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഏറ്റവും കൂടുതൽ കാണുന്നത് കാർഡിയോ വാസ്കുലാർ ഡിസീസസിലാണ്. അതായത് ഹാർട്ടിന് കംപ്ലൈൻസ് ഉള്ള ആൾക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരില്, പിന്നെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ് ഉള്ള ആൾക്കാരില്, പിന്നെ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ആൾക്കാരിൽ, അതിനുശേഷം ക്യാൻസർ. ഈ ഒരു ഓർഡറിലാണ് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി എപ്പോഴും പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ആൾക്കാര്. അതിനുശേഷം ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാര്, പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാര്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാര്, പിന്നെ ക്യാൻസർ, എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറുകളുള്ള ആൾക്കാരിൽ ഇതിന്റെ കോമോർബിഡിറ്റിയുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഹൈ CFR എന്ന് പറയുന്നത് 65 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ. പിന്നെ അത് കൂടാതെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ഇതിന്റെ ഒരു സിവിയറിറ്റി കൂടുതലായിരിക്കും. പിന്നെ കോമോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡറിലായിരിക്കും അതിന്റെ കോമോർബിഡിറ്റി, മീൻസ് സിവിയറിറ്റി ഓർ ഇന്റൻസിറ്റി എപ്പോഴും പോകുന്നത്. ഏറ്റവും കൂടുതൽ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഉള്ള ആൾക്കാരിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, പിന്നെ റെസ്പിറേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻസ് ഉള്ള ആൾക്കാര്, പിന്നെ BP കൂടിയ ആൾക്കാർ. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് കോമോർബിഡിറ്റിയിൽ ഏറ്റവും ലാസ്റ്റ് ആണ് എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറുകൾ ഉള്ള ആൾക്കാർ. അപ്പം ഈ ഒരു ഓർഡറിലാണ് ഇതിന്റെ ഒരു കോമോർബിഡിറ്റി പോകുന്നത്. പ്രിവെൻഷൻ വരുമ്പോൾ നമുക്കറിയാം COVID-19 ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇസ് ബൈ ബൂസ്റ്റിംഗ് ദ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതുകൊണ്ടാണ് നമുക്ക് COVID-19 ഇൻഫെക്ഷൻ വന്ന സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് പ്രതിരോധ ശേഷി കൂടാനുള്ള, അതുകൊണ്ടാണല്ലോ മറ്റേ മഞ്ഞളും ഇഞ്ചിയും ഒക്കെ ഇട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ മെയിൻ കാരണം ഈ ഒരു ഇമ്മ്യൂണിറ്റി ലക്ഷ്യമാക്കിയാണ്. സോ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ബെസ്റ്റ് വേ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇസ് ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി. പിന്നെ ഹാൻഡ് വാഷിംഗ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഹാൻഡ് വാഷിംഗ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ മോർ ദാൻ 20 seconds. പിന്നെ സാനിറ്റൈസറിൽ എപ്പോഴും ആൽക്കഹോൾ കണ്ടന്റ് ഒരു 70%, 60 to 70% എബോവ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഈ COVID-19 ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്, ഉപയോഗിക്കുകയാണെങ്കിൽ COVID-19 ഡിസിൻഫെക്റ്റന്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ഇതും ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഡിസിൻഫെക്റ്റന്റ് ഓഫ് ചോയ്സ് ഇൻ COVID-19 എന്ന് പറയുന്നത് 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ഇനി ഈ COVID-19 ഇപ്പം ഈ ലാബ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ICU എക്യുപ്മെന്റ്സ്, റെസ്പിറേറ്ററി എക്യുപ്മെന്റ്സ്, ഇതെല്ലാം ഡിസിൻഫെക്റ്റന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് 2% ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ് ഉപയോഗിക്കുന്നത്. സോ 2% ഗ്ലൂട്ടറാൾഡിഹൈഡ് ഈസ് യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റന്റ് ലാബ് എക്യുപ്മെന്റ്സ്, റെസ്പിറേറ്ററി ആൻഡ് ICU എക്യുപ്മെന്റ്സ്. ആൻഡ് ഡിസിൻഫെക്റ്റന്റ് ഓഫ് ചോയ്സ് ഇൻ COVID-19 എന്ന് പറയുന്നത് 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ഈ COVID-19 ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഈ ഗ്രേഡിംഗ് സിസ്റ്റം, അതിന്റെ പേരാണ് കോറാക്ട് എന്ന് പറയുന്ന ഗ്രേഡിംഗ് സിസ്റ്റമാണ് COVID-19 ഉപയോഗിച്ച് വരുന്നത്. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് വരുമ്പോൾ നമുക്ക് RT-PCR വരുന്നുണ്ട്, അതുപോലെ തന്നെ ആന്റിജൻ ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ സെറോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകളും വരുന്നുണ്ട്. ആൻഡ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ COVID-19 എന്ന് പറയുന്നത് RT-PCR. RT-PCR മീൻസ് റിയൽ ടൈം PCR എന്നാണ് പറയുന്നത്. സോ അതിന്റെ ഷോർട്ടാണ് RT-PCR എന്ന് പറയുന്നത്. സോ RT-PCR ടെസ്റ്റ് ആണ് ഇതിന്റെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്, പിന്നെ സെറോളജി വരുന്നുണ്ട്. സോ ഇത്രയാണ് ഇതിന്റെ പ്രിവെൻഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറെ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് വേ ഓഫ് പ്രിവെൻഷൻ ഇൻ COVID-19 is by boosting immunity, hand washing with soap and water more than 20 seconds. സാനിറ്റൈസറിൽ ആൽക്കഹോൾ കണ്ടന്റ് 60 മുതൽ 70% എബോവ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ഡിസിൻഫെക്റ്റന്റ് ഓഫ് ചോയ്സ് ഏതായിരുന്നു? 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്.
പിന്നെ ലാബ് എക്യുപ്മെന്റ്സ്, റെസ്പിറേറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്താ പറയാ അതൊക്കെ ഡിസിൻഫെക്ടന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് COVID-19 2% ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ്. The grading system used in COVID-19 is CORAS. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ RT-PCR വരുന്നു, ആന്റിജൻ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ്, സെറോളജി ഒക്കെ വരുന്നുണ്ട്. വിച്ച് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് യൂസ്ഡ് ഇൻ COVID-19? That is real time PCR or RT-PCR. So which is the disinfectant of choice in COVID-19? 1% sodium hypochlorite. What is the best way of preventing COVID-19 infection? That is boosting immunity. പിന്നെ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ കോമോർബിഡിറ്റിയിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് ഇതിൽ ഏറ്റവും റിസ്ക് ഗ്രൂപ്പ് ഇത്രയും ഡിസീസ്, ഇപ്പം കാർഡിയോവാസ്കുലർ ഡിസീസ്, ഡയബറ്റീസ്, അതുപോലെ റെസ്പിറേറ്ററി ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസേഴ്സ്, ഇത്രയും ഉണ്ട്. ഇതിൽ ഏറ്റവും റിസ്ക് ഗ്രൂപ്പ് ആരാണെന്ന് ചോദിച്ചാൽ ആരാന്ന് പറയും? കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഉള്ള ആൾക്കാരാണ് ഏറ്റവും റിസ്ക് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് നമ്മൾ ഈ COVID-19 ഇറങ്ങിയ സമയത്ത് ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പേപ്പർ ബേസ്ഡ് സ്ട്രിപ്പ് ടെസ്റ്റ് ആണ്, അതാണ് ഫെലൂഡ എന്ന് പറയുന്നത്. സോ ഫെലൂഡ പേപ്പർ ബേസ്ഡ് സ്ട്രിപ്പ് ടെസ്റ്റ് അതാണ് നമുക്കിപ്പം ഒരു COVID-19 വരുന്ന ഒരു പേപ്പർ ബേസ്ഡ് സ്ട്രിപ്പ് ടെസ്റ്റ് ആണ് ഫെലൂഡ ടെസ്റ്റ് എന്ന് പറയുന്നത്. COVID-19 ഒരുപാട് എലീസ ടെസ്റ്റ് കിറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ആ എലീസ ടെസ്റ്റ് കിറ്റിന്റെ പേരാണ് കോവിഡ് കവച് എലീസ എന്ന് പറയുന്നത്. ഓക്കെ, കോവിഡ് കവച് എലീസ. മോസ്റ്റ് കോമൺ റേഡിയോളജിക്കൽ ഫൈൻഡിങ് ഇൻ എന്താ പറയാ COVID-19 ഇൻഫെക്ഷനിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു റേഡിയോളജിക്കൽ ഫൈൻഡിങ് എന്ന് പറയുന്നത് അറ്റോൾ സൈൻ അഥവാ റിവേഴ്സ് ഹാലോ സൈൻ ആണ്. ദാറ്റ് ഈസ് ഗ്രൗണ്ട് ഗ്ലാസ് ഓഫ് ഒപ്പാസിറ്റീസ് നമുക്ക് കാണാനായി റേഡിയോളജിക്കലി നോക്കുമ്പോൾ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പാസിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ അറ്റോൾ സൈൻ ഓർ റിവേഴ്സ് ഹാലോ സൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ റേഡിയോളജിക്കൽ ഫൈൻഡ് സീൻ ഇൻ ദ COVID-19 റേഡിയോളജിക്കൽ ഫൈൻഡിങ്സ് സീൻ ഇൻ ദ COVID-19 ഇൻഫെക്ഷൻ. അത് ഈ COVID-19 എന്ന് പറയുമ്പോൾ അതിൽ ചില ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഇൻക്രീസ് ആയിരിക്കും. ഏതൊക്കെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആണ് COVID-19 കൂടുതലായിട്ട് എന്താ പറയാ കൂടി കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഫെറിറ്റിൻ, പിന്നെ ഒന്ന് CRP, പിന്നെ ഒന്ന് ESR. ഈ 3 ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആണ് COVID-19 ഇൻഫെക്ഷനിൽ കൂടുതലായിട്ട് കാണുന്നത്. സോ ഒന്നും കൂടി ഞാൻ പറയാം. So COVID-19 it is a potentially acute respiratory infection caused by SARS coronavirus 2. Okay. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഡി ടൈമറിന്റെ പോയിന്റ്. ഡി ടൈമർ ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് predictor for severity and mortality of COVID-19, and it is declared as public health emergency of international concern. അതായത് പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തതാണ് 30th January 2020. പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് ആണ് 11th March 2020. പിന്നെ CFR റേറ്റ് പറഞ്ഞു. മാക്സിമം CFR റേറ്റ് ഇറ്റലിയിലും മിനിമം CFR റേറ്റ് ജർമ്മനിയിലും. ഇന്ത്യയിൽ CFR റേറ്റ് എന്ന് പറയുന്നത് 3.5% ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു എപ്പിഡമിക് വന്നു കഴിയുമ്പോൾ അത് കാരണം കൊണ്ട് എത്ര മരണങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കണക്കാണ് ഈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു COVID-19 നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ CFR കൂടുതലായിട്ട് കാണുന്നത് ഒന്ന് 65 വയസ്സിന് കൂടുതലുള്ളവര്, പിന്നെ ഇറ്റ് ഈസ് മോർ ഇൻ മെയിൽസ്, പിന്നെ കോമോർബിഡിറ്റി അതൊരു ഇമ്പോർട്ടൻറ്റ് ചോയ്സാണ്. കാരണം ഈ പറഞ്ഞ അസുഖങ്ങളുള്ള ആൾക്കാരിൽ ഇത് ഭയങ്കര ഇന്റൻസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ട് എപ്പോഴും വരുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉള്ള ആൾക്കാരിലാണ്. പിന്നെ നമ്മൾ ഇതിന്റെ പ്രിവെൻഷൻ പറഞ്ഞു. ബെസ്റ്റ് വേ ഓഫ് പ്രിവെന്റിങ് COVID-19 ഇൻഫെക്ഷൻ ഈസ് ബൈ ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി. പിന്നെ ഹാൻഡ് വാഷിംഗ് പറഞ്ഞു. സാനിറ്റൈസറിൽ ആൽക്കഹോൾ കണ്ടന്റ് 60 മുതൽ 70% എബവ് ആയിട്ട്. ഇപ്പൊ ഓപ്ഷനിൽ 60 ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ്. പലയിടത്തും ഞാൻ 60 എന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 60 എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വായിച്ച ടെസ്റ്റിൽ 70% എബവ് എന്നാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ 16 കൂടെ ഇവിടെ എടുത്ത് പറഞ്ഞത്. ഡിസിൻഫെക്റ്റന്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് 1% sodium hypochlorite and 2% glutaraldehyde is used to disinfect
എന്താ പറയുക ലാബ് എക്യുപ്മെന്റ്സ്, respiratory and ICU equipments. And grading system used in this COVID-19 is CORAX. Investigation gold standard test used in this COVID-19 ഏതാണ്? റിയൽ ടൈം PCR ടെസ്റ്റ് ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് ടെസ്റ്റിംഗ് ദിസ് COVID-19 is RT-PCR. ഓക്കെ, പിന്നെ പറഞ്ഞ പേപ്പർ ബേസ്ഡ് സ്ട്രിപ്പ് ടെസ്റ്റിന്റെ പേര് ഫെലൂഡാണ്. എലീസ ടെസ്റ്റ് കിറ്റിന്റെ പേര് കോവിഡ് കവച് എലീസ. മോസ്റ്റ് കോമൺ റേഡിയോളജിക്കൽ ഫൈൻഡിങ് എന്ന് പറയുന്നത് അറ്റോൾസൈൻ ഓർ റിവേഴ്സ് ഹാലോസൈൻ. അതായത് നമ്മൾ ആ ഒരു റേഡിയോളജിയിൽ നോക്കുമ്പോൾ ഒരുപാട് ഗ്രൗണ്ട് ക്ലാസ് ഒപ്പാസിറ്റീസ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ അറ്റോൾസൈൻ ഓർ റിവേഴ്സ് ഹാലോസൈൻ എന്ന് പറയുന്നത്. ദർ വിൽ ബി ഇൻക്രീസ്ഡ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് സച്ച് ആസ് ഫെറിറ്റിൻ, CRP, ESR എക്സെട്ര. ഇത്രയാണ് കോവിഡിൽ പറയാനുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കൊറോണ വൈറസ് മീൻസ്. അതായത് കൊറോണ വൈറസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ കൊറോണ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ സഡൻ, ഓപ്ഷൻ ബി ബിയർ, ഓപ്ഷൻ സി സ്ട്രോങ് ആൻഡ് ഓപ്ഷൻ ഡി ക്രൗൺ. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ക്രൗൺ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ കൊറോണ വൈറസിലുള്ള കൊറോണ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് അതായത് ഇതിൽ ഈ കൊറോണ വൈറസിൽ ഒരുപാട് സ്പൈക്ക് പ്രോട്ടീൻസ് ഉണ്ട്. ഈ സ്പൈക്ക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ക്രൗൺ ഷേപ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ടാണ് ക്രൗൺ എന്നുള്ള മീനിങ് വരുന്ന കൊറോണ എന്നുള്ള പേര് ഇതിന് വന്നത്. ബിക്കോസ് ദ സ്പൈക്ക് പ്രോട്ടീൻസ് ഇൻ ദ കൊറോണ വൈറസ് റിസംബിൾസ് ലൈക്ക് എ ക്രൗൺ. സോ കൊറോണ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ക്രൗൺ. ഓക്കെ, നെക്സ്റ്റ് ഈസ് meningococcal meningitis. Meningococcal meningitis is caused by Neisseria meningitidis. And Neisseria meningitidis എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് ദ സെറോടൈപ്സ് മെയിൻലി ഈ പറഞ്ഞ ഇത്രയും സെറോടൈപ്സ് ഉണ്ട്. സെറോടൈപ്പ് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, 29E, W, എന്താ പറയാ 135, X ആൻഡ് Y. ഇത്രയും സെറോടൈപ്സ് ആണ് മെയിൻലി ഉള്ളത്. പിന്നെ ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് വന്ന ആൾക്കാരിനെ കാട്ടിലും ഇത് കൂടുതലായിട്ട് അപകടകാരിയായിട്ട് നിൽക്കുന്നത് എപ്പോഴും ഇതിന്റെ കാരിയേഴ്സിലായിരിക്കും. സോ ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മെയിൻലി കാരിയേഴ്സ് ആയിരിക്കും. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ് കാണിക്കുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 2 to 10 days ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് CFR ഈസ് 80%. ഇത്രയാണ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. കാസേറ്റി ഓർഗാനിസം ഈസ് ലിസീറിയ മെനിഞ്ചൈറ്റിസ്. പിന്നെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കാരിയേഴ്സ് ആണ്. ഏറ്റവും ഡേഞ്ചർ ആയിട്ട് നിൽക്കുന്ന എപ്പോഴും കാരിയേഴ്സ് ആണ്. പിന്നെ CFR 80% ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 10 days ആണ്. ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് മെയിൻലി ബൈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഈസ് diphtheria. Diphtheria is caused by Corynebacterium diphtheriae. Corynebacterium diphtheriae എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 6 days ആണ്. പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി ഇൻ ഡിഫ്തീരിയ ഈസ് 14 to 20 days ഫ്രം ഡിസീസ് ഓൺസെറ്റ്. അതായത് 14 ഡിസീസ് തുടങ്ങി ഒരു 14 മുതൽ 28 ദിവസം വരെയാണ് ഇതിന്റെ ഒരു പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുന്നത്. പകരാൻ കൂടുതൽ എന്താ പറയുക സാധ്യത കാണുന്ന ഒരു സമയം എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കാരിയേഴ്സ് ആണ് ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അതിൽ തന്നെ നേസൽ കാരിയേഴ്സും വരുന്നുണ്ട്, ത്രോട്ട് കാരിയേഴ്സും വരുന്നുണ്ട്. ത്രോട്ട് കാരിയേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഡേഞ്ചറസ് എപ്പോഴും ഡിഫ്തീരിയയിലെ നാസൽ കാരിയേഴ്സ് ആണ്. സോ നാസൽ കാരിയേഴ്സ് ആർ മോർ ഡേഞ്ചറസ് ദാൻ throat carriers. The most common type of diphtheria എന്ന് പറയുന്നത് ഫൗഷ്യൽ ഡിഫ്തീരിയ ആണ്. ഫൗഷ്യൽ എന്ന് പറയുമ്പോൾ ടോൺസിലർ പ്ലസ് ഫാരഞ്ചിൽ രണ്ടിന്റെയും ഒരു ഇൻവോൾവ്മെന്റ് കാണുന്ന ഒരു ഡിഫ്തീരിയ ആണ് ഫൗഷ്യൽ ഡിഫ്തീരിയ. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ TPT വാക്സിൻ, നമുക്ക് വാക്സിൻസ് ഒക്കെ ഡിഫ്തീരിയക്കെതിരായിട്ടുള്ള വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഈ DPT വാക്സിൻ എന്ന് പറയുന്നത് 6 weeks, 10 weeks ആൻഡ് 14 weeksലാണ് കൊടുത്തു വരുന്നത്. ഫസ്റ്റ് ബൂസ്റ്റർ എന്ന് പറയുന്നത് 16 to 24 monthsലും സെക്കൻഡ് ബൂസ്റ്റർ എന്ന് പറയുന്നത് 5 to 6 yearsനുള്ളിലുമാണ് കൊടുക്കുന്നത്. പിന്നെ DT ഇപ്പം ഇന്നെന്ന് പറയുമ്പോൾ 10 വയസ്സിലും 16 വയസ്സിലും പ്രഗ്നൻസിയിലും ഒക്കെ DT എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുക്കുന്നത്. TT ആയിരുന്നു, പിന്നെ അത് DT ആക്കി. കാരണം TT എന്ന് പറയുമ്പോൾ ടെറ്റനസ് ടോക്സോയിഡ് ആണ്. അപ്പം ഡിഫ്തീരിയക്കും
ടെറ്റനസിനും ഉള്ള ഒരു വാക്സിനേഷൻ എന്നുള്ള നിലയിൽ ഇപ്പൊ അത് DT ആക്കിയിട്ടുണ്ട്. 10 വയസ്സിനും 16 വയസ്സിനും പിന്നെ പ്രഗ്നൻസിയിലുമാണ് ഈ DT എന്ന് പറയുന്ന വാക്സിൻ കൊടുത്തു വരുന്നത്. സോ ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ്. നമ്മൾ ബാക്ടീരിയയിൽ വൈറസ് ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു, നമ്മൾ ബാക്ടീരിയയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് it is caused by Corynebacterium diphtheriae having an incubation period of 2 to 6 days. The period of communicability is 14 to 28 days from disease onset. The source of infection ആണ് carriers ആണ്. Nasal carriers are more dangerous than throat carriers. The most common type എന്ന് പറയുന്നത് social diphtheria ആണ്. സൗഷ്യൽ എന്ന് പറയുമ്പോൾ അതിൽ ടോൺസിലാർ ഇൻവോൾവ്മെന്റും വരുന്നുണ്ട്, ഫാരഞ്ചിൽ ഇൻവോൾവ്മെന്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ DPT വാക്സിനെ പറ്റി പറഞ്ഞു. DPT വാക്സിൻ എപ്പോഴൊക്കെയാ കൊടുക്കുന്നത്? 6 വീക്കിലും 10 വീക്കിലും 14 വീക്സിലുമാണ് അത് കൊടുത്തു വരുന്നത്. DPT എന്ന് പറയുന്നത് 16 to 24 മന്ത്സിലും DPT സെക്കൻഡ് ബൂസ്റ്റർ എന്ന് പറയുന്നത് 5 to 6 ഇയേഴ്സിലുമാണ് കൊടുക്കുന്നത്. പിന്നെ DTയുടെ വരുന്നത് നമ്മുടെ ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് സോഷ്യലാണ്. അതിൽ തന്നെ വേറെ ടൈപ്സ് ഓഫ് ഡിഫ്തീരിയാസ് ഉണ്ട്. അതിൽ സോഷ്യലാണ് ഏറ്റവും കോമൺ. പിന്നെ ലാറിഞ്ചൽ ഡിഫ്തീരിയ വരുന്നുണ്ട്, നാസൽ ഡിഫ്തീരിയ വരുന്നുണ്ട്, ഒട്ടൈറ്റിക് ഡിഫ്തീരിയ വരുന്നുണ്ട്, കൺജങ്ടൈവൽ ഡിഫ്തീരിയ വരുന്നുണ്ട്, ജനൈറ്റൽ ഡിഫ്തീരിയ ആൻഡ് ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ. ഇങ്ങനെ മെയിൻലി 7 ടൈപ്സ് ഓഫ് ഡിഫ്തീരിയാസ് ആണ് ഉള്ളത്. അതിൽ ഏറ്റവും കോമൺ എന്ന് പറയുന്നത് സോഷ്യലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് ഡിഫ്തീരിയയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബുൾനെക്ക് ഡിഫോം. ബുൾനെക്ക് അത് ഡിഫ്തീരിയയിൽ കാണാം. നമുക്ക് ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ചൈൽഡ് വിത്ത് ബുൾനെക്ക് ഡിഫ്തീരിയ. ഇതുപോലെ കഴുത്തിന്റെ ആ ഒരു ഭാഗത്ത്, നെക്കിന്റെ ആ ഒരു പോർഷനിൽ ഭയങ്കരമായിട്ട് നമുക്ക് ലിംഫ് നോട്ട്സ് ഒക്കെ എൻലാർജ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാവുന്നത്. ദർ വിൽ ബി കൺജഷൻ, എഡിമ ഓർ ലോക്കൽ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ റീജിയണൽ ആയിട്ട് ആ ഒരു ഭാഗത്തുള്ള ലിംഫ് നോട്ട്സ് എൻലാർജ്മെന്റ് ഉണ്ട്, ലിംഫോഡനോപ്പതി. അതാണ് ഡിഫ്തീരിയയിൽ നമ്മൾ ബുൾനെക്ക് ആയിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ സിവിയർ ടോക്സീമിയയും ഡിഫ്തീരിയയിൽ കാണുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡില് ഫിഗറിൽ നമ്മൾ കാണാൻ പറ്റും ഒരു ഡിഫ്തീരി പാച്ച് കാണിക്കുന്നുണ്ട്. അതായത് ഒരു മെംബ്രെയിൻ ഡിഫ്തീരിയ വരുമ്പോൾ ത്രോട്ടില് ഒരു മെംബ്രെയിൻ, സംടൈംസ് ഗ്രേ ആയിരിക്കും, ചിലപ്പോൾ ചിലരിൽ വൈറ്റ് ആയിട്ടും ഒക്കെ കാണുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടാവുന്നുണ്ട്. ഈ മെംബ്രെയിനും അതുപോലെ തന്നെ ഈ ബുൾനെക്ക് ആ ഒരു അപ്പിയറൻസുമാണ് നമുക്ക് ഡിഫ്തീരിയ പെട്ടെന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നമ്മൾ ത്രോട്ട് നോക്കുമ്പം ഈ ഒരു മെംബ്രെയിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു മെംബ്രെയിൻ വരുമ്പോൾ ഇത് ആ ഒരു പേഷ്യന്റിന് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ആൻഡ് മേജർ ഈ ഡിഫ്തീരിയയിൽ ഉള്ള ഒരു ഡെത്തിന്റെ മെയിൻ കാസ് എന്ന് പറയുന്നത് ആസ്ഫിക്സിയ ആയിരിക്കും. കാരണം ശ്വാസം എടുക്കാനായിട്ട് അവർക്ക് ഈ മെംബ്രെയിൻ മറഞ്ഞ് അവിടെ ഒരു ത്രോട്ടിൽ മറഞ്ഞിരിക്കുമ്പോൾ ശ്വാസം എടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവർക്ക് ശ്വാസം മുട്ടൽ വന്നിട്ടാണ് പലപ്പോഴും ഡിഫ്തീരിയയില് മരണങ്ങളൊക്കെ സംഭവിക്കാറുള്ളത്. ഈ ഡിഫ്തീരി പാച്ച് നമുക്ക് ഈ ഒരു ഫിഗറിൽ 2 സൈഡിലും പാച്ച് ഉള്ളതായിട്ട് കാണാം. പക്ഷെ 2 സൈഡിലും വരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. യൂണിലാറ്ററൽ ആയിട്ട് വരാനുള്ള യൂണിലാറ്ററൽ ആയിട്ടും ചിലപ്പോൾ കണ്ടേക്കാം. അടുത്ത് നമുക്ക് ടെറ്റനസ് നോക്കാം. Tetanus is caused by Clostridium tetani and reservoir എന്ന് പറയുന്നത് soil and dust ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 to 10 days ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ബൈ കണ്ടാമിനേഷൻ ഓഫ് ഓപ്പൺ wound with സ്പോർസ്. അതായത് നമുക്കൊരു മുറിവ് ഉണ്ടാകുമ്പോൾ ആ മുറിവിലൂടെ ഈ ബാക്ടീരിയയുടെ സ്പോർസ് ഉണ്ടായിട്ട് ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ അവിടെ അതിന്റെ സ്പോർസ് വരും. പിന്നെ ആ സ്പോർസ് അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഊണ്ടുണ്ടാവുമ്പോ ഇപ്പൊ നടക്കുമ്പോ കാലിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും ആണിയൊക്കെ കൊണ്ട് കയറുമ്പോ നമ്മൾ പെട്ടെന്ന് പോയി ഈ ഒരു TT ഒക്കെ എടുക്കുന്നതിന്റെ മെയിൻ കാരണം ആ ബാക്ടീരിയ കയറിയിട്ടുണ്ടെങ്കിൽ, ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു അസുഖം ഭയങ്കര സിവിയർ ആയിട്ട് നമുക്ക് വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെതിരെയുള്ള പ്രിവെൻഷനാണ് CP ഒക്കെ മുറിവ് വരുമ്പോൾ എടുക്കുന്നത്. സോ ദ കണ്ടാമിനേഷൻ ഓഫ് ഓപ്പൺ വൂണ്ട് വിത്ത് സ്പോർസ് ആണ് ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഹെർഡ് ഇമ്മ്യൂണിറ്റി ഈസ് നോട്ട് പ്രൊട്ടക്റ്റീവ് ആൻഡ് മോർട്ടാലിറ്റി ഈസ് ഹയസ്റ്റ് ഇൻ നിയോനേറ്റ്സ്. നിയോനേറ്റ്സിലാണ് ടെറ്റനസിന്റെ മോർട്ടാലിറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത്, നിയോനേറ്റ്സിലാണ് കാണുന്നത്. സോ ക്ലോസ്ട്രീഡിയം ടെറ്റനയാണ് എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന
റിസർവയർ എന്ന് പറഞ്ഞാൽ സോയിൽ ആൻഡ് ഡസ്റ്റ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് 6 to 10 days ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് കണ്ടാമിനേഷൻ ഓഫ് ഓപ്പൺ വോൺസ് വിത്ത് സ്പോർ. The herd immunity is not protective. Mortality is highest in neonates. ടെറ്റനസിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ സോയിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പൊ സോയിലുള്ള ഈ ഒരു ബാക്ടീരിയ നമുക്ക് എന്തെങ്കിലും ഒരു വൂണ്ട് ഉണ്ടാകുമ്പോൾ അതുവഴി സ്കിന്നിനുള്ളിലൂടെ ബോഡിയിലേക്ക് പ്രവേശിക്കുകയും എന്നിട്ട് ബാക്ടീരിയ അവിടെ നിന്ന് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് ബാക്ടീരിയ അതിന്റെ ടോക്സിൻസ് ഒക്കെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിയുമ്പോൾ ഈ ടോക്സിൻസ് ചെന്നിട്ട് നമ്മുടെ ഞരമ്പുകളെ, നെർവ്സിനെ ഇമ്പയർ ആക്കുകയും അങ്ങനെ ഇമ്പയർമെന്റ് ഉണ്ടാകുമ്പോൾ അത് മുതൽ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് ഉണ്ടായി തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടെറ്റനസ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അതായത് ബാക്ടീരിയാസ് കൂടുതലും ടെറ്റനസിന്റെ ബാക്ടീരിയാസ് സോയിലിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മള് മണ്ണിലൊക്കെ പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതുവഴി ഈ ബാക്ടീരിയയും ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെ ഇത് നമ്മുടെ സ്കിന്നിലൂടെ, നമ്മുടെ മുറിവിലൂടെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് അത് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇതിന്റെ ടോക്സിൻസ് റിലീസ് ആക്കുകയും അങ്ങനെ അത് നമ്മുടെ ബോഡിയിലെ നെർവ്സിനെയൊക്കെ ഇമ്പയർ ആക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് തൊട്ട് നമുക്ക് ഇതിന്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതാണ് ടെറ്റനസിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ടെറ്റനസിന് വേറൊരു പേരാണ് ലോഗ്ജ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ, ഈ ഒരു ടെറ്റനസ് വന്ന ആളുടെ ജാ എന്ന് പറയുന്നത് ഈ ഒരു ഇതിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. സോ ടെറ്റനസ് അഥവാ പറയുന്ന ഒരു പേരാണ് ലോഗ്ജ എന്ന് പറയുന്നത്. ഈ താഴെ കാണിക്കുന്ന ഈ ഒരു മനുഷ്യനെ വളഞ്ഞു നിൽക്കുന്ന ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. അതുപോലെ കൺവൽഷൻസിനെയാണ് കാണിക്കുന്നത്. സോ ടെറ്റനസിന്റെ കൺവൽഷൻസ് ആണ് കാണിക്കുന്നത്. ടെറ്റനസിന്റെ മാനേജ്മെന്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് 4 കാറ്റഗറി ആയിട്ട് ഈ ഒരു പേഷ്യൻസിനെ നമുക്ക്